പൂക്കളെ ഇഷ്ടപ്പെടാത്തവരായി നമ്മുടെ ഇടയിൽ ആരും തന്നെ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് പനിനീർ പുഷ്പങ്ങളാണെങ്കിലോ ആ സന്തോഷം ഇരട്ടിക്കുകയുള്ളൂ. സൗദി അറേബ്യയിലെ പനിനീർ പുഷ്പങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന തായിഫ് പ്രതിവർഷം 500 ദശലക്ഷം മുതൽ 1 ബില്യൺ വരെ പനിനീർ പൂക്കളാണ് തായിഫിൽ നിന്ന് വിളവെടുക്കുന്നത്. 1 ലിറ്ററിന് $40,000 വിലയുള്ള എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന റോസാപ്പൂക്കൾ വിരിയുന്ന നാടാണ് തായിഫ്. ഒരു സഞ്ചാരിയുടെ യാത്രാക്കുറിപ്പിൽ നിന്നാണ് തായിഫിലെ അൽഹദയ്ക്കടുത്ത് റോസാപ്പൂ തോട്ടങ്ങളും റോസോയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളും ഉണ്ടെന്നറിയാൻ കഴിഞ്ഞത്. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു ചെന്ന ഫാക്ടറി അടഞ്ഞുകിടക്കുന്നതായാണ് കണ്ടത്. നിരാശയോടെ തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോഴാണ് അല്പം അകലെയായി റോസാപ്പൂക്കൾ കൃഷി ചെയ്യുന്ന തോട്ടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. തോട്ടത്തിലേക്കുള്ള വഴി അല്പം പ്രയാസമേറിയതായിരുന്നുവെങ്കിലും അവിടെ എത്തിയ ഞങ്ങളെ സ്വാഗതം ചെയ്തത് വശ്യമായ സുഗന്ധം പരത്തിക്കൊണ്ട് പൂത്തുലഞ്ഞു നിൽക്കുന്ന പനിനീർ പുഷ്പങ്ങളാണ്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളാണ് തായിഫിലെ റോസാപ്പൂക്കാലം. ഈ റോസാ ചെടികൾക്ക് നമ്മുടെ നാട്ടിലെ റോസാ ചെടികളിൽ നിന്നും ഘടനയിലും സുഗന്ധത്തിലും വളരെയധികം വ്യത്യാസമുണ്ട്. തുർക്കികളാണ് ആദ്യമായി റോസാ ചെടി സൗദിയിൽ കൊണ്ടുവരുന്നത്. തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പാകിസ്ഥാൻ സ്വദേശിയെ പരിചയപ്പെട്ട് അവിടുത്തെ കൃഷിരീതികളെക്കുറിച്ച് മനസ്സിലാക്കി. വസന്തത്തിൻ്റെ തുടക്കത്തിലാണ് പനിനീർ തൈകൾ നടുന്നത്. ചെടികൾ വെട്ടിയൊതുക്കുകയും ബലം കുറഞ്ഞതും ഉണങ്ങിയതുമായ കൊമ്പുകൾ മുറിക്കുകയും വേണം. ദിവസവും 5 മുതൽ 6 മണിക്കൂർ വരെ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് നന്നായി ജലസേചനം നടത്തിയാൽ മികച്ച ഫലം ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മാർച്ച് മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളിലാണ് പനിനീർ പൂക്കളുടെ വിളവെടുപ്പ് ആരംഭിക്കുന്നത്. തുടർന്ന് 5 മുതൽ 7 ആഴ്ച വരെ വിളവെടുപ്പ് തുടരും. സീസൺ തുടങ്ങുന്നതിലെ വ്യത്യാസമനുസരിച്ച് ഓരോ വർഷവും 10 മുതൽ 15 ദിവസം വരെ വിളവെടുപ്പിന് കാലതാമസം വരാറുണ്ട്. പകൽ സമയത്തെ ചൂട് പനിനീർ തൈലം ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ എണ്ണയെ നശിപ്പിക്കുന്നതുകൊണ്ട് അതിരാവിലെയാണ് പനിനീർ പൂക്കൾ വിളവെടുക്കുന്നത്. 850-ലേറെ കൃഷിയിടങ്ങളുണ്ട് തായിഫിൽ. ഫാക്ടറി ഉടമകൾക്ക് പനിനീർ വിൽക്കുമ്പോൾ 1000 പൂക്കൾക്ക് 30 മുതൽ 40 റിയാൽ വരെയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. നിരവധി ആളുകൾ ഇവിടെ പനിനീർ പൂക്കൾ കൃഷി ചെയ്ത് വിറ്റഴിക്കുന്നതിലൂടെ ഉപജീവനം തേടുമ്പോൾ മറ്റു ചിലർ പനിനീർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികളിൽ ജോലി ചെയ്തു വരുന്നു. കൃഷിരീതികളെക്കുറിച്ചെല്ലാം വിശദീകരിച്ചതിനു ശേഷം അദ്ദേഹം ജോലി ചെയ്യുന്ന റോസാപ്പൂ തൈലം ഉൽപ്പാദിപ്പിക്കുന്ന കെട്ടിടത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു. ചെറിയൊരു കെട്ടിടം. ആധുനിക യന്ത്ര സൗകര്യങ്ങളൊന്നും തന്നെ ഇവിടെയില്ല. ചെറിയ തോതിലുള്ള ഉൽപ്പാദനം മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. തൈലം ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെക്കുറിച്ചെല്ലാം അദ്ദേഹം വിശദമായി പറഞ്ഞു തന്നു. इससे वो पेप निकला हुआ है, वो पानी का टंकी है, इसका गुब्बार ऊपर टैंकर में आता है, ये इस ढक्कन में आता है, फिर ये देखो ये उधर वो पेप के अंदर चला जाता है नीचे, वो जो शीशा में रखा है.
തൊട്ടടുത്തു തന്നെയായി വിപുലമായ രീതിയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ഫാക്ടറി കൂടി ഉണ്ടെന്നറിയാൻ കഴിഞ്ഞു. നല്ലവനായ ആ മനുഷ്യനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെട്ടു. ഇവിടത്തെ കാറ്റിന് പോലും പനിനീർ പൂക്കളുടെ ഗന്ധമാണ്. കവാടം മുതൽ തന്നെ റോസാപ്പൂക്കൾ കൊണ്ട് ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്നു. അറബികളുടെ അതിഥി സൽക്കാരം എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ്. പനിനീർ പുഷ്പങ്ങൾ വർഷിച്ചാണ് ഇവർ ഞങ്ങളെ സ്വാഗതം ചെയ്തത്. അതിഥി സൽക്കാരത്തിനായി ഇവർ കരുതി വയ്ക്കുന്ന റോസാപ്പൂ ചായയാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം. സ്വാദിനൊപ്പം ആരോഗ്യപരമായും ഏറെ ഗുണങ്ങളുണ്ട് ഈ റോസാപ്പൂ ചായയ്ക്ക്. ഇദ്ദേഹമാണ് ഈ ഫാക്ടറിയുടെ ഉടമസ്ഥൻ. മുൻപ് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു ഫാക്ടറിയാണിത്. ഏകദേശം 10,000 മുതൽ 13,000 വരെ പൂക്കൾ ഉപയോഗിച്ചാണ് പനിനീർ തൈലവും പനിനീർ ജലവും ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പൂക്കൾ വലിയൊരു ചെമ്പുപാത്രത്തിലിട്ട് മൂടിയതിനു ശേഷം നിശ്ചിത അളവിൽ തീ കത്തിക്കുന്നു. തുടർന്നുണ്ടാകുന്ന നീരാവി തണുപ്പിക്കുന്നതിനായി ഒരു പൈപ്പിലൂടെ മറ്റൊരു പാത്രത്തിലേക്ക് കടത്തിവിടുന്നു. ഘനീഭവിച്ച നീരാവി തുള്ളികളായി 20 മുതൽ 30 ലിറ്റർ വരെയുള്ള ബോട്ടിലുകളിൽ ശേഖരിക്കുന്നു. റോസാപ്പൂക്കൾ തിളപ്പിക്കാൻ ഉപയോഗിച്ച വെള്ളം പലവിധ ഔഷധ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. ബാഷ്പീകരിച്ച ദ്രാവകമാണ് പെർഫ്യൂം, റോസ് വാട്ടർ തുടങ്ങിയ വസ്തുക്കൾ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്നത്. ബാഷ്പീകരിച്ച ദ്രാവകം ശേഖരിച്ച കുപ്പിയിൽ ദ്രാവകത്തിൻ്റെ മുകൾ ഭാഗത്തായി വളരെ ചെറിയ അളവിൽ നേർത്ത പാട പോലെ ഇതിൻ്റെ എസൻസ് രൂപം കൊള്ളുന്നു. ഈ വസ്തു ചില രാസപ്രവർത്തനങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ അത് റോസ് ഓയിലായി മാറുന്നു. ഒന്നിലധികം ഘട്ടങ്ങളിലൂടെയാണ് ഈ സംസ്കരണ പ്രക്രിയ പൂർത്തിയാക്കുന്നത്. പനിനീർ തൈലം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഒരു പഴയകാല മാതൃകയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
ഫാക്ടറിയോട് ചേർന്ന് ചെറിയൊരു വിപണന കേന്ദ്രവും സജ്ജീകരിച്ചിട്ടുണ്ട്. പനിനീർ സത്തിന്റെ തോതനുസരിച്ച് പെർഫ്യൂമിന്റെ ഗുണനിലവാരവും വിലയും വ്യത്യാസപ്പെടും. സംശുദ്ധമായ തായിഫ് പെർഫ്യൂമിന്റെ ചെറിയ ബോട്ടിലിന് വിപണിയിൽ 2000 റിയാലിലധികം വിലയുണ്ട്. 1600 كبير medium 800 ريال small 400 ريال هنا dark كبير 1600 okay small 400 medium 800 ريال هذا سجاد فيس okay 40 ريال مسك لوشن مسك ريال روز طايف 400 ريال اوكي روز ليالي 30 ريال 300 ريال ماور منهم ماور درينك 10 ريال اوريجينال ماور اوريجينال 50 ريال فيس فيس اصلي 100% 50 ريال هذا خاص هنا وجه انقول ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തായിഫിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. അങ്ങനെ ലോകം മുഴുവൻ തായിഫിന്റെ സൗരഭ്യം ഒഴുകിയെത്തുന്നു. പിന്നിടുന്ന ദൂരമല്ല, കാണുന്ന കാഴ്ചകളാണ് ഓരോ യാത്രയുടെയും സമ്പാദ്യവും സന്തോഷവും.